ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറി മെഹന്തി. നമ്മളിന്ന് നോക്കാൻ പോണത് ചെറിയൊരു റോസ് പെറ്റൽസിൻ്റെ ചെറിയൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഒരു സ്വേൾ വരയ്ക്കുക. പതിയെ ഒരു സ്വേൾ വരച്ച് അതിൽ നിന്നും 4 ഇതളുകൾ വരും പോലെ നമ്മൾ വരയ്ക്കുക. ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണിത്. അപ്പോൾ നമ്മൾ 4 ഇതളുകൾ വരയ്ക്കുകയാണ്. ഇതളുകൾ വരച്ചതിന് ശേഷം അത് ഫില്ല് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. പതിയെ ഫില്ല് ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. 4 സൈഡും പെർഫെക്റ്റ് ആണോ എന്ന് നോക്കി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന് മേലെ കൂടെ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. അതായത് ആ പെറ്റൽ വെറുതെ പെറ്റൽ വരയ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേലെ കൂടെ ഒരു ഡിസൈൻ കൂടി വരയ്ക്കുന്നത്. അതിൻ്റെ എൻഡ് കൊണ്ടുവന്ന് നമ്മൾ ഈ താഴത്തെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ട് എത്തിക്കുക, ജോയിൻ ചെയ്യുക. ആ എഡ് വരച്ചപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ഷാർപ്പ് ചെയ്തെടുക്കുകയാണ്. അടുത്തത് നമ്മൾ അതേപോലെ തന്നെ ഒരു ഡിസൈൻ കൂടി വരയ്ക്കുകയാണ്. അതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു സ്വേൾ, ഇതേപോലെ നമ്മൾ തുടക്കത്തിൽ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഒരു സ്വേൾ വരയ്ക്കുക. ആ സ്വേളിലേക്ക് അതേപോലെ ഇതളുകൾ വരയ്ക്കാം. വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്ത നമ്മൾ മുന്നേ ചെയ്ത അതേ ഡിസൈൻ തന്നെ ഇവിടെ വരച്ചു കൊടുക്കുക. ഇത് ഫില്ല് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ. സെയിം ഡിസൈൻ വരച്ചു കൊടുക്കാം.
നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യാം, താഴെയും വരച്ചു കൊടുക്കാം. സ്വേൾ വരയ്ക്കാം. സ്വേൾ വരച്ചതിന് ശേഷം 4 ഇതളുകൾ വരയ്ക്കുക. സ്വേൾ വരച്ചു. ഇനി നമ്മൾ 4 ഇതളുകൾ വരയ്ക്കുക. സെയിം ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യാം, വരയ്ക്കുക. നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കൂ, മേലെയുള്ള ഭാഗം, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ സ്വേളിട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഒരുപാട് മേലോട്ട് പോകരുത്. ആ 3 ഇടയിൽ നിൽക്കുന്ന ഭാഗം ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാത്രം മതി. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 3 സൈഡും, അതായത് ഇപ്പോൾ ഈ സൈഡ് ചെയ്യാം, അതേപോലെ 3 സൈഡും എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. മൂന്ന് സൈഡും ഫില്ല് ചെയ്ത് കൊടുക്കാം. മേലോട്ട് പോകേണ്ട ആവശ്യമില്ല, ആ ഗ്യാപ്പ് മാത്രം, ആ 3 നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഫ് വരയ്ക്കുക. ലീഫ് വരച്ച് അതിൽ 2 ലൈൻ ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 3 ലീഫ് വരയ്ക്കുന്നുള്ളൂ. വരച്ച് ആ ലീഫ് കൂടെ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ 3 ഭാഗത്തും ഒരു 3 ലീഫ് വരത്തക്ക വിധത്തിൽ വരച്ചു കൊടുക്കാം. പെട്ടെന്ന്, അതായത് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മൾ ആ ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ താഴെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. ലീഫ് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുകൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക. താങ്ക് യു.